സംസ്ഥാനത്തെ ഫൈൻ ആർട്സ് കോളേജുകളിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കാൻ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. 11-അംഗ കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് കൈമാറി. റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പതിറ്റാണ്ടുകളായി പരിഷ്കരിക്കപ്പെടാതെ തുടരുന്ന ഫൈൻ ആർട്സ് മേഖലയിലെ പാഠ്യപദ്ധതിയിലും അക്കാദമിക് പ്രവർത്തനങ്ങളിലും സമഗ്ര മാറ്റങ്ങൾക്കുതകുന്ന റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചത്. 2025 ഫെബ്രുവരി 1 പ്രവർത്തനം ആരംഭിച്ച 11-അംഗ കമ്മീഷനാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പ്രൊഫസർ ശിവജി പണിക്കരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. പതിറ്റാണ്ടുകളായി പരിഷ്കരിക്കപ്പെടാതെ കിടന്നിരുന്നതാണ് നമ്മുടെ കലാപഠനത്തിൻ്റെ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ. പാഠ്യപദ്ധതിയിലും അക്കാദമിക് മേഖലയിലുമൊക്കെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ തുടരുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുമ്പോഴും 20-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയായിരുന്നു നമ്മുടെ കലാപഠനത്തിൻ്റെ മേഖല. അതുകൊണ്ടാണ് പ്രൊഫസർ ശിവജി പണിക്കരുടെ നേതൃത്വത്തിൽ ഈ വിദഗ്ധ കമ്മീഷനെ നിയമിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുത്തത്. പുതിയ പഠനരീതികൾ കൊണ്ടുവരികയും പഴയവ അടിമുടി മാറ്റുകയും ചെയ്യുക. പ്രവേശന രീതിയിലും മൂല്യനിർണ്ണയത്തിലും ഭരണ സംവിധാനത്തിലും സമഗ്രമായ മാറ്റം. സെമസ്റ്റർ സംവിധാനം കൊണ്ടുവരൽ. കലാകാരനായ KCS പണിക്കരുടെ നാമധേയത്തിൽ പുതിയൊരു ആർട്സ് കോളേജ്. ഫൈൻ ആർട്സ് കോളേജുകളെ UGC മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ഒരൊറ്റ അക്കാദമിക് ഭരണ സംവിധാനത്തിന് കീഴിലാക്കുക. MG സർവകലാശാലയ്ക്ക് കീഴിലെ തൃപ്പൂണിത്തുറ RLB കോളേജിനെ പ്രത്യേകം വിഷ്വൽ ആർട്സ് കോളേജ് ആക്കുക. മാവേലിക്കര രാജാ രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്ടിനെ വിഷ്വൽ ആർട്ട് പഠന വകുപ്പായി വിഭാവനം ചെയ്യുക എന്നിവയൊക്കെയാണ് കമ്മീഷൻ മുന്നോട്ട് വെച്ച സുപ്രധാന നിർദ്ദേശങ്ങൾ. കേരളത്തിലെ 6 ഫൈൻ ആർട്സ് കോളേജുകളിൽ അടിയന്തര സ്വഭാവത്തോടെ കമ്മീഷന്റെ ശുപാർശകൾ പ്രാവർത്തികമാക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.